ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. സംഭവം ഇതിനകത്ത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ കേട്ടോ, കാരണം ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ മേടിച്ച സാധനമാണ്. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് കരുതി എടുക്കുന്നതാണ്. വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല, ആകെ ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. എന്താണെന്നൊക്കെ പറഞ്ഞേക്കാം, സൺസ്ക്രീനാണ് ഗൈസിനകത്ത്. വലിയ ബിൽഡപ്പ് ഒന്നും തരേണ്ട ആവശ്യമില്ല. സംഭവം ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ അല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോട്ടർഷത്തിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു സൺസ്ക്രീൻ ഇല്ലേ, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അപ്പോൾ ഈ പ്രാവശ്യം അതിങ്ങനെ തീരാറായിരിക്കുമായിരുന്നു. ഇനി എനിക്ക് ഒരു 1-2 ദിവസം കഷ്ടിച്ച് ഉപയോഗിക്കാമായിരിക്കും, അത്രയേ ഉള്ളേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ മേടിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ ഇടയ്ക്ക് സ്നേഹ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ വന്നപ്പോൾ ഈ ഇടയ്ക്ക് എന്നോട് ഞാൻ ഇതുപോലെ മറ്റേ സൺസ്ക്രീനെ പറ്റി പുകഴ്ത്തിയപ്പോൾ അവൾ പറഞ്ഞു, എടി ഈ ഇങ്ങനൊരു സൺസ്ക്രീൻ ഉണ്ട്, ഇത് നീ നോക്ക്, നിനക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിനക്ക് മറ്റേന്നപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ അടിച്ചപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ഓരോ സൺസ്ക്രീൻ ഇപ്പം മേടിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കരുതുന്ന പിന്നെ അത് തന്നെ മേടിച്ചേക്കാനും. അങ്ങനെ അതാണ് ഗൈസ്, ഇത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത് അത്യാവശ്യം ഞാൻ പിന്നെ അന്നേരം ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ അവളെ മാത്രം വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ കൂടെ നോക്കിയപ്പോൾ കൊള്ളാം, നല്ല സാധനമെന്ന് എനിക്ക് തോന്നി ഗൈസ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത്. കണ്ടു, ഇതാണ് ഈ സാധനം, ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനകത്ത് 399 രൂപയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര വില ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഞാനിത് മിൻട്രയ്ക്കകത്തു നിന്നാണ് വാങ്ങിച്ചത്. കാരണം ഞാൻ നോക്കിയപ്പോൾ മിൻട്രയ്ക്കകത്തും പർപ്പിളിനകത്തും നൈക്കയ്ക്കകത്തും ഡീകൺസ്ട്രക്റ്റിൻ്റെ സൈറ്റിനകത്തും ഈ സാധനം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിലും റേറ്റ് കമ്പയർ ചെയ്തപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് മിൻട്രയ്ക്കകത്തായിരുന്നു. അങ്ങനെ ഞാൻ മിൻട്രയ്ക്കകത്തു നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ട്, ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നുള്ളത് നോക്കുക ഗൈസ്. ഇതിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളത്തില്ലെങ്കിലും കൊള്ളുന്നതാണെങ്കിലും നമുക്ക് ഈ ഒരു ട്യൂബ് ഉപയോഗിച്ച് തീർത്തേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് സാധനം ഒന്ന് ഭയങ്കര വെള്ളം പോലെ ഇരിക്കുന്ന ഗൈസ്, ഇത് കൊള്ളാം കേട്ടോ. സാധനം നമ്മുടെ മറ്റേ ഡോട്ടർഷത്തിൻ്റെ സാധനം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും, അതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു തണുപ്പൊക്കെ ഉള്ളൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. ഇതും കൊള്ളാം ഗൈസ്. ഇതും അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. എന്തായാലും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കട്ടെ.